ഞാൻ വഴക്ക് പറയൂന്ന് കരുതി നീ നിന്റെ ജീവിതം നശിപ്പിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അമ്മ ഇങ്ങനൊന്നും പറയല്ലേ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. വിളിക്കാനൊന്നും പോവില്ല ഞാൻ. അഹങ്കാരം കൊണ്ട് പോയതല്ലേ. തനിയെ തന്നെ തിരിച്ചു വരട്ടെ. അഹങ്കാരം അവള് മാത്രമല്ലല്ലോ, നീയും കാണിച്ചില്ലേ. ഞാൻ എന്ത് ചെയ്തു? എന്ത് തെറ്റ് കാണിച്ചാലും ഭാര്യയെ തല്ലുന്നത് ശരിയാണോടാ? ഇതാര് പഠിപ്പിച്ചു തന്നതാ ഈ സംസ്കാരം? അത് ശരി. ഇപ്പൊ എനിക്കായോ കുറ്റം? അപ്പൊ അമ്മ അവളെ തല്ലിയതോ? എനിക്ക് തല്ലാം. ഞാൻ അമ്മയല്ലേ, ശിക്ഷിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അപ്പൊ എനിക്കില്ലേ അമ്മേ? അതൊന്നും എനിക്കറിയില്ല. തല്ലിയ സ്ഥിതിക്ക് നീ അവളെ പോയി വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വേറെ ആരെയല്ലോ, താലി കെട്ടിയ പെണ്ണിനെയല്ലേ. അതുകൊണ്ട് നിന്റെ അഭിമാനം ആവിയായി പോവൊന്നുമില്ലല്ലോ. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നേ? അമ്മയ്ക്ക് സത്യത്തില് മൈഥിലി ഇഷ്ടമല്ലേ? ഇഷ്ടോ? എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ അവളെ. പിന്നെ എന്താന്ന് വെച്ചാ, ഒരു വീടാവുമ്പോ ഒച്ചയും ബഹളമൊക്കെ വേണം. അല്ലെങ്കിൽ വാതിലിനും ജനലിനും ഈ ഭിത്തികൾക്കൊന്നും ജീവൻ ഉണ്ടാവില്ല. അവളിവിടെ ഉണ്ടെങ്കിൽ ഇത്തിരി വിവരക്കേടാണെങ്കിലും വിളിച്ചു പറഞ്ഞോണ്ട് നടന്നോളൂല്ലോ. ചെവിതല കേൾപ്പിക്കില്ലെങ്കിലും വീട് ഉറങ്ങിപ്പോയില്ലല്ലോ. മമ്മി, എനിക്കിപ്പോ ആരും ഇല്ലാതായി. സകല ആൾക്കാരുടെയും പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. നീ എന്ത് ഭ്രാന്ത മൈഥിലി ഈ പറയുന്നേ? ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ലേ? അതുപോലെ അല്ല മമ്മി ഇത്. അഴകത്തെ വീട്ടില് ഇനി എന്നെ തല്ലാനായിട്ട് ആരും ബാക്കിയില്ല. അത്രയ്ക്ക് ഉപദ്രവ. എല്ലാവരും നിനക്കെതിരാവണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണാതിരിക്കോ? ഒരു കാര്യമില്ല. എന്റെ സത്യസന്ധത ആർക്കും മനസ്സിലാവുന്നില്ല. പണ്ട് ബാലാമണി തുടങ്ങി വെച്ച തല്ല. എന്നെയല്ല, ശരിക്കും നിന്നെയായിരുന്നു തള്ളയ്ക്ക് സംശയം. നിന്നെ കാണാനാ സോളമൻ ഇവിടെ വരുന്നേന്നാ അവര് പറയുന്നേ. ഞാൻ സമ്മതിച്ചു കൊടുത്തൊന്നുമില്ല. ബാലാമണിക്ക് മോശ സ്വഭാവം ഒന്നുമില്ലെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. ഏട്ടത്തെ അങ്ങനെ പറഞ്ഞല്ലോ അല്ലേ? ആ, പിന്നെ പറയാതെ. അപ്പോ അതിന്റെ നന്ദി ഞാൻ കാണിക്കണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതൊരു നന്ദി കേടാവും. നീ എങ്ങനെ നന്ദി കാണിക്കാനാ ബാലാമണി? അതിന് പക്ഷെ ഒരു കാരണം ഉണ്ടായിരുന്നു. എന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായത് അത് മാത്രാ മമ്മി. അല്ലാതെ ഇപ്പൊ കിട്ടുന്ന തല്ലൊക്കെ ഒരു കാരണവും ഇല്ലാതെയാ. അരവിന്ദൻ വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നല്ലോ, ഇപ്പൊ എന്തു പറ്റി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും തല്ലിയതിന് സമാധാനം ഉണ്ടാക്കണം, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോവില്ല. പപ്പ വരട്ടെ, എന്താ ഉണ്ടായതെന്ന് നമുക്ക് ചോദിക്കാം. മമ്മി വന്ന് ചോദിച്ചാ അത് അരവിന്ദന്റെ വീട്ടുകാർക്ക് ഇഷ്ടാവില്ല. അരവിന്ദേട്ടന്റെ അമ്മയ്ക്ക് എന്നെ കാണുന്നത് തന്നെ ദേഷ്യ. അനന്തുവാണെങ്കിൽ എന്നെ കണ്ട കടിച്ചു കീറാനായിട്ട് വരും. ആനന്ദിനും മനസ്സുകൊണ്ട് എന്നെ ഇഷ്ടമൊന്നുമല്ല. ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അരവിന്ദേട്ടനാ. ഇപ്പൊ അരവിന്ദേട്ടനും എന്നെ വേണ്ടാതായി. മമ്മി പറ, ഇനി ഞാൻ ജീവിച്ചിരിക്കണോ? നീ വെറുതെ ഇങ്ങനെ വിഡിത്തം പറയാതെ മൈഥിലി, ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാ. മമ്മിക്കിത് നിസ്സാരാ. എന്നെ അവിടെ ചെണ്ട പോലെ എടുത്തിട്ട് തല്ലിക്കൊണ്ടിരിക്കുക. എല്ലാം അവള് കാരണ ആ കവിത. മമ്മി നോക്കിക്കോ, അവൾ ആ കുടുംബം നശിപ്പിക്കും. അവളെ കാണുമ്പോഴേ അറിയാം, കുഴപ്പം പിടിച്ച പെണ്ണാ അവള്. മമ്മി മമ്മി ഈ അധോലോകം ഒന്ന് കേട്ടിട്ടുണ്ടോ? ശരിക്കും അവൾ ഏതോ അധോലോകത്തിന്റെ ആളാ. അറപ്പുര തുറന്നിട്ടതും എന്നെ പൂട്ടിയിട്ടതും ഒക്കെ അവളാ. ബാലാമണിയെ അവള് കൊന്നോന്നാ എന്റെ സംശയം. ഏയ്, അതൊക്കെ നിന്റെ വെറും തോന്നല മോളെ. അല്ല മമ്മി, ഞാൻ പറയുന്നത് പൊട്ടത്തരമായിട്ടാ എല്ലാരും വിചാരിക്കുന്നത്. കാണുന്നതൊക്കെ വെറുതെ വിളിച്ചു പറയുന്നതുകൊണ്ട് എന്റെ വാക്കുകളൊന്നും ആരും കാര്യമായിട്ട് എടുക്കുന്നില്ല. അവളെ സൂക്ഷിക്കണം. എന്തൊക്കെയോ നിഗൂഢമായ ഉദ്ദേശങ്ങളുമായിട്ട് അഴകത്ത് കയറി വന്നതാ അവള്.
നമസ്കാരം. നമസ്കാരം. വരൂ. ഇരിക്കൂ. എന്റെ മോന് ഞാൻ സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. അവൻ ഇഷ്ടമുള്ള പെണ്ണ് ഏതായാലും അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഇത് കാർത്തികിന്റെ മൂത്ത ആളല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല തമ്പി സാറിനോട്. ചേച്ചിക്ക് ഒരുപാട് ആലോചനകൾ വന്നതാ, പക്ഷേ ഒന്നിനും സമ്മതിച്ചില്ല. ജാതകം ഒത്തു വന്നില്ല എന്ന് പറയുന്നതാ സത്യം. 8 ചൊവ്വയായിരുന്നു. അതുപോലൊരു ചെറുക്കം കൂടി വരണ്ടേ? വന്നാലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇവനൊരു കുടുംബം ഉണ്ടായി കണ്ടാ മതി എനിക്ക്. ഇപ്പൊ പിന്നെ പെണ്ണ് കാണാനിന്റെ ആവശ്യമൊന്നുമില്ല. ഇവന്റെ ലാപ്ടോപ്പിലുണ്ട് അഭിരാമിയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം. ഞാൻ മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ട് അഭിരാമിയെ, ഒരു മെഡിക്കൽ ക്യാമ്പിന്റെ ചർച്ചയിൽ. നന്നായിട്ട് പ്രസംഗിക്കുമല്ലേ? ഏയ്, കാർത്തിക്കിന്റെ കൂടെ സൊസൈറ്റിയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചപ്പോ മുതല് ദേ ഒരു ചടങ്ങിന് കാണാൻ വന്നേ ഉള്ളൂ. ഇവൻ ഇഷ്ടമായ ഞങ്ങൾക്കും ഇഷ്ടമാവും. അഭിരാമിക്ക് ഞങ്ങളെ ഇഷ്ടമായോ? ഇഷ്ടമാവാതിരിക്കാൻ ഒരു കാരണവുമില്ല. മുൻപേ കാർത്തിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? എല്ലാം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളല്ല, വരും കാലങ്ങളാ നമ്മുടെ പ്രതീക്ഷ. അതെ, ഇപ്പൊ ഒരു ചായ കുടിക്കണം. അല്ല, അതല്ലേ അതിൻ്റെ ഒരു ചടങ്ങ്. ഒന്ന് പോടാ അവിടുന്ന്. ഒന്നും കഴിച്ചില്ലെങ്കിൽ എന്താ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഡോക്ടറെ. എത്രയും പെട്ടെന്ന് നമുക്കിതങ്ങ് നടത്താം. ഓപ്പറേഷൻ എന്നാന്ന് പറഞ്ഞോ ഡോക്ടർ? ഇല്ല, ഇന്ന് വരുമ്പോ പറയും. എന്തായാലും നാളെ കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും. ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. എന്താ മോളെ? ഒന്നുമില്ല, ചുമ്മാ രാഘവന്റെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോ ഒരു ധൈര്യം. ഒന്നുമില്ല. കാർത്തികിന്റെ അമ്മയും സഹോദരിയും ഒക്കെ നല്ല ആൾക്കാരാ അല്ലേ മോളെ? ആൾക്കാരൊക്കെ നല്ലതാ, പക്ഷേ കാർത്തിക്കിന്റെ ചേച്ചി എന്താ വെച്ചാ കല്യാണം കഴിക്കാത്തെ? അവർക്ക് ചൊവ്വാദോഷമാണെന്നല്ലേ പറഞ്ഞത്? ചൊവ്വാദോഷമുള്ള എത്രയോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്നു. ഇതൊന്നും അല്ല അച്ഛാ, മറ്റെന്തോ ഒരു കാരണമുണ്ട്. ഹേയ്, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ആയിരിക്കും, പക്ഷേ അച്ഛനൊന്ന് ശ്രദ്ധിച്ചോ, ചേച്ചി ഓവറായിട്ട് പൊസസീവാ. കാർത്തിക് കല്യാണം കഴിക്കുന്നത് സ്വന്തം മകൻ കല്യാണം കഴിക്കുന്നത് പോലെ അവര് പറയുന്നേ. അനിയനല്ലേ, കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടാവും. കാർത്തിക്കിന് ഒരു പരിഭ്രമം പോലെ തോന്നിയില്ലേ അച്ഛാ? എന്നെ കൊണ്ട് കൂടുതലൊന്നും സംസാരിപ്പിക്കുന്നില്ല, ശ്രദ്ധിച്ചോ? നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ഇത്തരം തോന്നലുകളൊക്കെ ആദ്യം കളയണം. പേടിയാ അച്ഛാ, ഒരിക്കൽ തിരഞ്ഞെടുത്ത ജീവിതം തെറ്റിപ്പോയതാ. അതുകൊണ്ടിപ്പോ പേടിയാ. ഇനി ഒരിക്കൽ കൂടി. ഇല്ല മോളെ, ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കണം എപ്പോഴും. അച്ഛനല്ലേ പറയുന്നത്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? എന്റെ മോളെ തല്ലി തോൽപ്പിക്കാന്നോ? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ അരവിന്ദ് വിചാരിച്ചേ?
ഇങ്ങനെ സംസാരിച്ചെന്നെ വീർപ്പ് മുട്ടിക്കല്ലേ, ഒന്ന് അകത്തേക്ക് കയറിക്കോട്ടെ ഞാൻ. അരവിന്ദ, നീ മോളെ തല്ലിയത് എന്തിനാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല. എന്റെ ഭാര്യ മൈഥിലി, തെറ്റ് കാണിച്ച അവളെ ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. ഭർത്താവിന്റെ അധികാരം കാണിക്കുന്നതേ തല്ലിയിട്ടല്ല. ഒരു കുടുംബമാകുമ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. മൈഥിലിയുടെ പപ്പ ഒരിക്കലും മമ്മിയോട് തല്ലുകൂടിയോ വഴക്കൂടിയോ ഒന്നും ചെയ്തിട്ടില്ലേ? വഴക്കുണ്ടാക്കും, തല്ലിയിട്ടില്ല. തല്ലിയ തിരിച്ചു തല്ലൂന്നറിയാം. ആ, ഇത് തന്നെ മോളിത്ര അഹങ്കാരിയായി പോയത്. അരവിന്ദൻ നീ പറയുന്നേ? ഒരു വീടാവുമ്പോ നമ്മൾ പല മുറികളിലും കയറിയെന്നു ഇറങ്ങി നിൽക്കും ഇരിക്കും. അതിന് തലനെല്ലി പൊളിക്കാണോ വേണ്ടത്? മൈഥിലി, മറ്റൊരാളുടെ ബെഡ്റൂമിൽ കട്ടിലിന്റെ അടി കയറി ഇരുന്നിട്ടല്ലേ നിന്റെ തലയ്ക്ക് അടിയുണ്ടത്? എന്തൊക്കെയാ മൈഥിലി ഇത്? അത് പിന്നെ ഞാൻ അറിയാതെ കയറിപ്പോയതാ. ആയിക്കോട്ടെ, അറപ്പുരയ്ക്കകത്ത് ആരും കയറാത്ത മുറിയില് നീ എന്തിനാ കയറിപ്പോയത്? എന്നെ അതിനകത്ത് പൂട്ടിയിട്ടതാരാ? നീ ചോദിച്ചതിന് ഉത്തരം പറ മൈഥിലി. അകത്ത് കയറിയത് കൊണ്ടല്ലേ പൂട്ടിയിട്ടത്? ഓഹോ, അത് ശരി. അപ്പോ മമ്മി എന്നെ കുറ്റപ്പെടുത്തല്ലേ? നോക്കിക്കോ, ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യും. ഇതൊന്നും ഇവൾ എന്നോട് പറഞ്ഞിരുന്നില്ല. അരവിന്ദനിരിക്കെ. വേണ്ട മമ്മി, ഞാൻ ഇവളെ വിളിച്ചുകൊണ്ടുപോകാൻ വേണ്ടി വന്നത്. ഞാൻ വരില്ല. എന്നോട് ക്ഷമ പറയാതെ ഞാൻ ഈ വീടിന്റെ പടി വിട്ട് ഇറങ്ങില്ല. അത്രേ ഉള്ള കാര്യം. ശരി, ഞാൻ ക്ഷമ ചോദിച്ചിരിക്കുന്നു. വാ, നമുക്ക് പോവാം. അത് പിന്നെ അരവിന്ദേട്ടനല്ല, അമ്മ ക്ഷമ ചോദിക്കണം. എന്റെ അമ്മ ഇവിടെ വന്ന് നിന്നോട് ക്ഷമ ചോദിക്കണം അല്ലേ? ഇവിടെ വരണ്ട, ഫോണിൽ വിളിച്ചാലും മതി. എന്റെ മൈഥിലി, നടപ്പുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ദൈവം തമ്പുരാൻ നേരിട്ട് വന്നാൽ പോലും എഴുന്നേക്കാത്ത ആളാ എന്റെ അമ്മ. ആ അമ്മ ക്ഷമ പറഞ്ഞിട്ട് വീട്ടിലോട്ട് വരാനാണെങ്കിൽ ഈ ജന്മം മുഴുവൻ നീ ഇവിടെ നിന്ന് പോത്തേ ഉള്ളൂ. ഓ, ഇറങ്ങി പോകുന്നതല്ലേ? ഇനി അങ്ങനെ ചുമ്മാ കയറി ചെല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? മൈഥിലി, വെറുതെ വാശി പിടിക്കാതെ എന്റെ കൂടെ ഇറങ്ങി വാ, പിന്നെ ഞാൻ വിളിക്കില്ല. എന്നാ പിന്നെ ചെല്ലു മോളെ. ഓ, അപ്പോ എന്നെ കൊണ്ട് മമ്മിക്ക് ശല്യമായി അല്ലേ? പപ്പ ഇങ്ങ് വരട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. നീ വരുന്നില്ലേ? ഇല്ല. മൈഥിലി, അരവിന്ദ നിക്കേ, ഒന്നുകൂടി ഒന്ന്. വേണ്ടമ്മേ, ഇനി കുറച്ചു കാലം അവൾ ഇവിടെ തന്നെ ജീവിക്കട്ടെ, അതാ നല്ലത്. മീറ്റ് മിസ്റ്റർ മേമൻ മത്തായി. ഹീസ് ആൻ ഇന്റർനാഷണൽ ഷെയർ ബ്രോക്കർ. എന്നുവെച്ചാൽ ദിവസവും ഷെയർ മാർക്കറ്റിൽ കോടികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഇടനിലക്കാരൻ. ഹലോ. ഹലോ, ഇരിക്കൂ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഓരോ കച്ചവടത്തിലും കോടികൾ വിഴുങ്ങുന്ന മുരട്ട് കാളയാ. അത്രയ്ക്കൊന്നുമില്ല. കൂടെ നിൽക്കുന്നവർക്ക് 50, 100 കോടി കിട്ടുമ്പോൾ ഇടനിലക്കാരനായി എനിക്ക് 5-6 കോടി കിട്ടും, അത്രേ ഉള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓഫ് കോഴ്സ്, സോളമൻ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. കവിത എനിക്ക് ചെയ്തു തരേണ്ടത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. അഴകത്ത് കമ്പനികളുടെ നിലവിലുള്ള ഷെയറുകൾ വാങ്ങിയവരുടെ ലിസ്റ്റ്, ഡയറക്ടർ ബോർഡിലുള്ളവരുടെ ഡീറ്റെയിൽസ് മതി. അതെല്ലാം നോക്കുന്നത് അനന്തുവിന്റെ വിശ്വസ്തനായ സ്റ്റാഫ് ഗിരീഷ. അയാളെങ്ങനെ നമുക്കൊപ്പം പോരോ? ഒരിക്കലും ഇല്ല. അഴകത്ത് കുടുംബത്തോട് കൂറും കടപ്പാടും കാണിക്കും അയാള്. അപ്പൊ പിന്നെ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. കിക്ക് ഹിം ഔട്ട്, ചവിട്ടി പുറത്താക്കണം. അതത്ര എളുപ്പത്തിൽ നടക്കില്ല, പക്ഷേ എന്നെ കൊണ്ട് അതിന് കഴിയും. നാളെ അഴകത്ത് കമ്പനിയുടെ GM ആയി ഞാൻ ജോയിൻ ചെയ്യും.
അനന്തുവിനെ കൊണ്ട് അതുവരെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചിട്ടുണ്ട്. കയറിപ്പറ്റിക്കഴിഞ്ഞാ വിശ്വസ്തരെ ഒക്കെ ഞാൻ പുറത്ത് ചാടിപ്പിക്കും. പിന്നെ ഡീറ്റെയിൽസ് എടുക്കാനാണോ ബുദ്ധിമുട്ട്? ഈ ഒരു ഉറപ്പ് മതി എനിക്ക്. 3 മാസത്തിനുള്ളിൽ അഴകത്ത് കമ്പനികളുടെ സകല ഷെയറും നമ്മൾ തീരുമാനിക്കുന്നവരുടെ കയ്യിലെത്തും. പിന്നെ ഒരൊറ്റ കാരണം മറച്ചിൽ മതി. ഐ മീൻ സാമർസോൾ. കമ്പനികൾ കവിതയുടെ അധീനതയിലാവും. അപ്പോ ഈ പാവപ്പെട്ട മേമത്തായി ഒരു തുക ചോദിക്കും. അത് തരണം. എത്രയായിരിക്കും? പറയാം. മൊത്തം ആസ്തി എത്രയാണെന്നൊന്ന് പഠിക്കട്ടെ. പേടിക്കണ്ട. മൊത്തം ആസ്തിയുടെ 2% കൂടുതൽ ഞാൻ ചോദിക്കില്ല. സമ്മതം. ഓക്കെ. രവി, കമ്പനി ഇപ്പം നടത്തുന്ന കോമ്പൻസേഷൻ കേസുകളെല്ലാം കോടതിക്ക് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാൻ നോക്കണം. അല്ല, ഇതിൻ്റെ ഒന്നും പുറകെ കടക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ്. കോമ്പൻസേഷനൊക്കെ 50 ലക്ഷത്തിൽ താഴെ നിൽക്കും. പ്രശ്നം അതല്ല. കമ്പനിയുടെ ഷെയർ എടുത്തിരിക്കുന്ന പലരും സ്ട്രോങ് അല്ല. ഒരു മത്സരബുദ്ധി കാണിച്ചാലേ ടേൺ ഓവർ കൂടും. ചില കോപ്പറേറ്റഡ് കമ്പനികൾ നമ്മളോട് യുദ്ധത്തിലാ. കോടതി വഴി വരുന്നതൊക്കെ ഞാൻ നോക്കിക്കോളാം. പുറത്തു നിന്നുള്ള അറ്റാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. രവി, തന്നെ പോലെ വിശ്വസ്തരായ ഒരു ചുറ്റുമുള്ളപ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. തൻ്റെ കഴിവുകൾ മാത്രം കൊണ്ട് നമ്മൾ എത്ര കേസുകൾ ജയിച്ചിട്ടുണ്ട്. അതൊക്കെയാണോ എൻ്റെ അസറ്റ്. ഗിരീഷിനോടൊന്നും വരാൻ പറയൂ. നാളെ മുതൽ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ കൂടി വരും. പിന്നെ പേടിക്കണ്ട. ആരാ സർ? ഇപ്പൊ അക്കൗണ്ട്സ് ഗിരീഷ് മേനോനല്ലേ? എന്താ സർ? അതെ ഗിരീഷേ, കഴിഞ്ഞ 1 വർഷത്തെ അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ഓഡിറ്റ് ചെയ്തല്ലേ? അതെ സർ. എല്ലാം ഒറ്റ ഫയലാക്കി ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റണം. എന്തിനാ സർ? ഓഡിറ്റർ വന്ന് ചെക്ക് ചെയ്തെല്ലാം പ്രിൻ്റാക്കി ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോരാ, നാളെ എൻ്റെ ഭാര്യ ഇവിടെ ജോയിൻ ചെയ്യാൻ പോവാ അക്കൗണ്ട്സ് മാനേജറായിട്ട്. അല്ല, അപ്പോൾ ഞാനോ സർ? സെക്ഷനിൽ താനും ഇരുന്നു. പഴയ വരവ് ചെലവ് കണക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആള് വേണ്ടേ? അല്ല, ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ സർ ഇങ്ങനൊരു തീരുമാനം? അതല്ല ഗിരീഷേ, അങ്ങനല്ല. ഈ ലോഡ് മുഴുവൻ താൻ ഒറ്റയ്ക്ക് ചുമക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നാലും കവിത മേഡം അത് വേണ്ടിയിരുന്നില്ല സർ. എന്ത് വേണം വേണ്ടാന്ന് തീരുമാനിക്കുന്നത് MD ആയ ഞാനാ. അതിൽ ഗിരീഷ് അഭിപ്രായം പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ഗിരീഷിന് പോവാം. കുറെ വർഷങ്ങളായില്ലേ അയാൾ ഇവിടെ. കടുപ്പിച്ചൊന്നും പറയണ്ടായിരുന്നു. ഏയ്, അങ്ങനെ പറഞ്ഞതല്ല. ഗിരീഷിന് ആരെയും വിശ്വാസമില്ല. അത് മാറണമല്ലോ. എൻ്റെ ഭാര്യയല്ലേ കവിത. അവളെ കൂടെ അംഗീകരിക്കണ്ടേ ഇവിടുത്തെ സ്റ്റാഫുകൾ? ഓഫ് കോഴ്സ്. പക്ഷെ ശ്രദ്ധിക്കണം, അക്കൗണ്ട്സ് പിഴവ് പറ്റരുത്. ഡോണ്ട് വറി, അവള് ടാലന്റഡാണ്. സോളമ, ഞാൻ വെറുതെ ഒന്നും പറയില്ല. ഇത് മനസ്സിൽ തൊട്ട് പറയുന്നതാ. സോളമനെ പോലെ ഇത്രയും ആത്മാർത്ഥതയോടെ എനിക്കൊപ്പം നിന്ന മറ്റൊരു സുഹൃത്തും ഉണ്ടായിട്ടില്ല. സത്യം. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. എത്ര വലിയ ഡീലുകളാ സോളമൻ മുഖാന്തരം ഉണ്ടായത്. മേമൻ മത്തായ പോലുള്ള ഒരാളെ നമുക്കൊപ്പം കൊണ്ടുവന്നത് തന്നെ സോളമന്റെ മാത്രം കഴിവാ. ഐ എം താങ്ക്ഫുൾ ടു യു. വെറുതെ ഒരു നന്ദി പറഞ്ഞാൽ തീരില്ലാന്ന് എനിക്കറിയാം. നമ്മുടെ പ്ലാനുകളൊക്കെ നടന്ന അഴകത്തെ ബിസിനസ്സുകളെല്ലാം എൻ്റെ കയ്യിൽ വരും. എൻ്റെ ചൂണ്ടുവിരലിൽ തിരിയുന്ന ചക്രങ്ങളാവും അഴകത്തുള്ളവരെല്ലാം. അപ്പോ എന്ത് ചെയ്തു തരണം സോളമന് ഞാൻ? പണം, പ്രോപ്പർട്ടി, ജോലി, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയേ. കവിത വാക്ക് പാലിക്കും. കവിതേ, ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയില്ല. വേണം. പക്ഷേ ഞാൻ ചോദിക്കാൻ പോകുന്ന അതല്ല. ഞാൻ കാണുന്ന കാലത്ത് കവിത ബാംഗ്ലൂരിൽ യതീന്ദ്രനൊപ്പമായിരുന്നു. പബ്ബിലും പാർട്ടികളിലുമൊക്കെ യതീന്ദ്രനൊപ്പം ആർത്തുല്ലസിക്കായിരുന്നു നീ. രാത്രികളെ പകലാക്കി വോഡ്കയുടെ ലഹരിയിൽ മയങ്ങുന്ന നിന്നെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. പിന്നെ കാണുന്നത് ഇവിടെ വെച്ചാ അഴകത്ത് അനന്തുവിൻ്റെ ഭാര്യയായിട്ട്. സത്യം പറയട്ടെ, ഇപ്പോഴും നിന്നെ നോക്കിക്കാണുകയാണ് ഞാൻ, ദൂരെ നിന്ന്, ഒരു കാഴ്ചക്കാരനെ പോലെ. ഇനി എന്ത് വേണമെന്ന് നീ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് തീരുമാനിക്കുന്നതാവണം
നീ എന്നോട് കാണിക്കേണ്ട നന്ദി. നാളെ രാവിലെ തിയേറ്ററിൽ കയറ്റും. അതിനു മുമ്പ് മെഡിസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരാം. ഇന്നിപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് എല്ലാം നോക്കി, കുഴപ്പമൊന്നുമില്ല. കാശ് നേരത്തെ അടയ്ക്കണമെന്ന് പറഞ്ഞു. എത്രയാന്ന് പറഞ്ഞില്ല. പറയും. സർജറിയുടെ ബില്ല് നേരത്തെ തരും, ബാക്കിയൊക്കെ പിന്നെ അടച്ചാൽ മതി. കണ്ടു രാഘവ, എനിക്കിപ്പോ യൂണിഫോം ഒക്കെ ആയി. എങ്ങനെയുണ്ട്? ഡോക്ടറെങ്കിലും ഒറ്റയ്ക്കാണ് എന്റെ ഓപ്പറേഷൻ നടത്തുന്നത്. ചിലപ്പോൾ ഒരു അങ്കിൾ കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ, രേവതിയുടെ ഓപ്പറേഷന് ഡോക്ടർ അങ്കിൾ ഒറ്റയ്ക്ക് മതി. രാഘവ, എനിക്ക് ബാലേച്ചി ഒന്ന് കാണണം. ഒന്ന് വിളിച്ചോണ്ട് വരുമോ? ഇനി ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ? ഹേയ്, ബി പോസിറ്റീവ്. ഇതൊന്നും മെഡിക്കൽ സയൻസിൽ ഒരു വലിയ രോഗമല്ല. ഒരു മുറിവ് സ്റ്റിച്ച് ഇടുന്നത് പോലെയുള്ളൂ ഇപ്പോൾ ഹാർട്ട് ഓപ്പറേഷൻ. ധൈര്യമായിട്ടിരിക്കുക. ഡോക്ടർ, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ദോഷങ്ങൾ എനിക്കല്ലേ വരൂ. അല്ലാതെ അതിൻ്റെ ശാപങ്ങളൊന്നും എൻ്റെ രച്ചുവിന് ഏൽക്കില്ലല്ലോ. അതെനിക്കറിയില്ല. ദൈവം കൊടുത്ത ആയുസ് നിലനിർത്തി കൊടുക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ് ഞാൻ. ജീവന്റെ വില എനിക്കിപ്പോൾ മനസ്സിലായി. ഞങ്ങളുടെ കൊച്ച് രക്ഷപ്പെടുവോ ഡോക്ടറെ? പാപം ചെയ്തൊക്കെ ഞാനല്ലേ. ശിക്ഷയായിട്ട് എൻ്റെ ജീവൻ എടുത്തിട്ടായാലും. റിലാക്സ്, അവൾക്കൊന്നും സംഭവിക്കില്ല.